ഉണ്ണിക്കണ്ണനെ ചെറുതായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു വീട്ടിൽ വന്നത്. ഇന്നലെ ഇവിടെ അത്യാവശ്യം നല്ല തെളിവുണ്ടായിരുന്നു. ഇന്ന് നല്ല വെയിലുണ്ട്. ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നല്ലോ, ഉച്ചയ്ക്ക് ശേഷമാണ് വീട്ടിലെത്തിയത്. അതുകൊണ്ട് കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും നടന്നില്ല. തുണിയൊക്കെ കഴുകി ഇട്ടതേ ഉള്ളൂ. ഇന്നാണ് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി നോക്കിയപ്പോൾ അതാ നമ്മുടെ തെറ്റി നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത്. ഇവിടെ തെറ്റിപ്പൂവിന് നല്ല ആവശ്യമുള്ളതാണ്. എല്ലാ മാസവും വായന നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ വായനയ്ക്ക് നമുക്ക് കൃഷ്ണന് പൂ കെട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് പൂവിന് നല്ല അത്യാവശ്യമുണ്ട്. നമ്മുടെ ഒരു തെറ്റിയില്ലായിരുന്നു. അമ്മ അങ്ങനെ 2 തെറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വട്ടത്തെ വായനയ്ക്ക് നമ്മുടെ പൂവേന്ന് തന്നെ പൂവിറത്ത് മാല കെട്ടാവുന്ന തോന്നുന്നു. പിന്നെ 10 മണിയൊക്കെ നന്നായിട്ട് പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊക്കെ വെറ്റമശി നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ സ്ലേറ്റ് മായ്ക്കാൻ ഉപയോഗിക്കത്തില്ലായിരുന്നു പണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയുമെന്ന് അറിയത്തില്ല. പണ്ട് ഞങ്ങളൊക്കെ സ്ലേറ്റ് മായ്ക്കാൻ ഈ വെറ്റമശിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഉണ്ണിക്കണ്ണ കൊടുക്കാമല്ലോ. പിന്നെ റോസയൊക്കെ മുട്ടിട്ട് നിൽപ്പുണ്ട്. ഇടയ്ക്ക് 2-3 പൂവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വലിയ റോസയ്ക്കകത്തെല്ലാം ഇനി പൂകാനായിട്ട് മുട്ടിട്ട് നിൽപ്പുണ്ട്. മഴ പെയ്തുകൊണ്ടായിരിക്കാം എല്ലാം നല്ലപോലെ പൊട്ടി കിളിച്ചിട്ടുണ്ട്. റോസയായാലും എല്ലാം. നമുക്ക് പിന്നെ പഞ്ചായത്തിൽ നിന്ന് കുറ്റിക്കുരുമുളക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതിനകത്തിലെല്ലാം കുഞ്ഞു കുരുമുളക് പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ.